ഗുഡ് ഈവനിങ് സാർ. അപ്പോൾ എക്സാമൊക്കെ എഴുതി. ഫസ്റ്റ് പേപ്പറിൽ മാത്രം കുറച്ച് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പേപ്പർ അത്യാവശ്യം നല്ലപോലെ കവർ ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പറിൽ മാം പറഞ്ഞ ഇമ്പോർട്ടൻസ് ടോപ്പിക്കെല്ലാം ഏകദേശം എല്ലായിടത്തും നല്ല നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്ന് കുറച്ച് ടഫായിരുന്നു. ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കുറച്ച് ടഫായിരുന്നു. പക്ഷേ ബാക്കി ടോപ്പിക്സ്ന്നെല്ലാം അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് പേപ്പർ പറയുകയായിരുന്നെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നത് കൊണ്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ മാം അവസാനം എടുത്ത കുറേ റിവിഷൻ മാത്രം മതിയായിരുന്നു. അത് അത് തന്നെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് വിശകലനം ചെയ്ത് പറയാൻ അറിയുന്നില്ല. പക്ഷേ എന്നാലും ഒരു നല്ല രീതിയിലുള്ളൊരു ഫസ്റ്റ് ട്രൈ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ അടിപൊളിയായിരുന്നു ട്ടോ സാർ. കാരണം അത് 2 പേപ്പറിലും അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. ഒട്ടും ടഫ് ഉണ്ടായിരുന്നില്ല. മേ ബി സാർ അത് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ തന്നതുകൊണ്ടായിരിക്കും ഇത്ര ഈസി ആയിട്ട് തോന്നിയത്. പക്ഷെ എന്നിരുന്നാലും എന്തായാലും റീഡിംഗ് കോംപ്രഹെൻഷൻ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നിയത് എന്താച്ചാല് കൂടുതലും നമുക്ക് സ്റ്റെപ്സ് ആയിരുന്നു. അതായത് കറക്റ്റ് പ്രോസസ്സ് ചെയ്യാനായിരുന്നു എല്ലാത്തിലും കൂടുതലും വന്നത് നമ്മള് പ്രോസസ്സ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിരുന്നു കൂടുതലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ഫസ്റ്റിലും സെക്കൻഡിലും.